CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. 3 വയസ്സുകാരൻ കുളത്തിൽ വീണു മരിച്ചു. ജാർഖണ്ഡ് സ്വദേശികളായ ജഗൻജായ് പ്രേമി ദമ്പതികളുടെ ഇളയ മകൻ ദീപേന്ദ്ര ഭഗനാണ് വാഗ കാക്കത്തിരുത്തിയിലെ ഫാമിലെ കുളത്തിൽ വീണു മരിച്ചത്. കേച്ചേരിയിൽ അയൽവാസികൾ തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ഗൃഹനാഥനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. പട്ടിക്കര സ്വദേശി ഊട്ടുമഠത്തിൽ സുജിത്തിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചേലൂർ ദേവിച്ചിറ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി കുളത്തിൽ നിന്നെടുത്ത മണ്ണ് ലേലം ചെയ്ത് കരാറുണ്ടാക്കുന്ന നടപടിയിൽ വരവൂർ പഞ്ചായത്ത് ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചതിനാൽ പഞ്ചായത്തിന് 55 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി 4ാം വാർഡ് മെമ്പർ M. വീരചന്ദ്രൻ. പഞ്ചായത്തിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വീരചന്ദ്രൻ തൃശൂർ ജില്ലാ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി. CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ നേതാക്കളുടെ തലക്കടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് മൊഴി നൽകി. പരാതിയിൽ അന്വേഷണം ആരംഭിച്ചെന്ന് ജില്ലാ പോലീസ് മേധാവി. വടക്കാഞ്ചേരിയിൽ ട്രാൻസ്ഫോമറിലെ അറ്റകുറ്റപ്പണികൾക്കിടയിൽ KSEB ജീവനക്കാരന് ഷോക്കേറ്റു. കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശി 39 വയസ്സുള്ള പ്രസാദിനാണ് പരിക്കേറ്റത്. ചാവക്കാട് മുതുവട്ടൂരിൽ ലോറി തിരിക്കുന്നതിനിടെ പാടത്തേക്ക് താഴ്ന്നു. അപകടമൊഴിവായി. ചെറ്റിയാലക്കൽ ഭഗവതി ക്ഷേത്ര പരിസരത്തെ പാടത്താണ് ലോറി താഴ്ന്നത്. കൊമ്പൻ ഈരാറ്റുപേട്ട അയ്യപ്പൻ ചരിഞ്ഞു. 4 മാസമായി അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നിരവധി ആരാധകരുള്ള കേരളത്തിലുടനീളം നൂറുകണക്കിന് ഉത്സവങ്ങളിൽ നിറസാന്നിധ്യമായ ആനയാണ് ഈരാറ്റുപേട്ട അയ്യപ്പൻ. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നമ്പഴിക്കാട് നവീകരിച്ച ജനകീയാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മണലൂർ MLA മുരളി പെരുന്നെല്ലി നിർവഹിച്ചു. കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിൽ 2 പേരെ പൂങ്ങോട് വനപാലകർ പിടികൂടി. കാഞ്ഞിരക്കോട് സ്വദേശികളായ മങ്ങാട്ടു വീട്ടിൽ 54 വയസ്സുള്ള ശിവൻ, പട്ടുകുളം വീട്ടിൽ 59 വയസ്സുള്ള ജയരാജൻ എന്നിവരെയാണ് പിടികൂടിയത്. ഒളിവിൽ പോയ പ്രതിക്കു വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. മറ്റം സെന്റ് തോമസ് ഫൊറാന പള്ളിയിൽ പുതിയ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളുടെ സംഗമം നടത്തി. തിരുവനന്തപുരത്ത് നടന്ന 69ാമത് കേരള സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 20 പുരുഷ വിഭാഗം പോൾ വോൾട്ടിൽ ചാലിശ്ശേരി GHSസിലെ +2 വിദ്യാർത്ഥി KU യദുകൃഷ്ണയ്ക്ക് വെള്ളി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമ്മാനിച്ച പോൾ ഉപയോഗിച്ചാണ് യദുവിന്റെ നേട്ടം. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ സംസ്കൃത ദിനവും ഫോട്ടോഗ്രാഫി ദിനവും സംയുക്തമായി ആചരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. വർണ്ണച്ചിറകുകൾ എന്ന പേരിൽ നടന്ന കലോത്സവം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ പ്രതിപാദിക്കുന്ന ഷാജു പുതൂരിന്റെ പ്രദക്ഷിണം എന്ന പുസ്തകത്തിന്റെ സമർപ്പണം മമ്മിയൂർ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നടന്നു. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന്റെ പിന്നാമ്പുറത്ത് തുടരുന്ന ശുചിത്വരാഹിത്യവും മലിനീകരണവും അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രി സൂപ്രണ്ടിന് നിവേദനം നൽകി. പോർക്കുളം MKM UP സ്കൂളിൽ കർഷക ദിനാഘോഷം നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.